നേരത്തെ പ്ലീസ് നിർത്ത പ്ലീസ്. വണ്ടി നിർത്താൻ ഇങ്ങോട്ട് വാ. നിങ്ങൾ എങ്ങോട്ടാ? ഞങ്ങളുടെ വണ്ടി ഒന്ന് ബ്രേക്ക് ഡൗൺ ആയി. പോകുന്ന വഴി ഏതെങ്കിലും ഒരു വർക്ക്ഷോപ്പിൽ ഡ്രോപ്പ് ചെയ്താൽ മതി. അതിനെന്താ മക്കളെ, കേറിക്കോ. തുറന്നു കൊടുക്കുന്നേ. വാ. ഞാൻ ട്രേസ്യ, കെട്ടിയോനാ ചാർലി. ഞാൻ മായ. ഐ എം സത്യ. ഹസ്ബൻഡ് അല്ലേ? അതെ, പുള്ളിക്കാരൻ വക്കീല. നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയാ. അതിനെന്തുവാ പറയുന്നേ? മാഡ് ഫോർ ഈച്ച് അതർ ഇല്ലയോ? ആഹാ, ക്രിസ്ത്യാനികളോ ഇല്ലയോ? ഞങ്ങള് കത്തോലിക്കരാ. നിങ്ങളോ? ഓ, ഞാൻ കാത്തലിക്കാ. ചേട്ടൻ മതം മാറി കെട്ടിയതാന്നോ? മേനോന. അപ്പൊ വീട്ടുകാരൊക്കെ? ഇപ്പോഴും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഓ, അതൊന്നും സാരമില്ലെന്നേ. ഈ കാരണവന്മാരുടെ പണക്കമൊക്കെ ചുമ്മാതാ. ഒരു കുഞ്ഞിക്കാലി കണ്ട എല്ലാം അങ്ങ് തീരും. ആ പ്രതീക്ഷയൊന്നും ഞങ്ങൾക്കില്ല ആൻറ്റി. അതെന്ത് പറ്റി? ചേട്ടന് ചെറിയൊരു പ്രശ്നമുണ്ട്. ആരോടെങ്കിലും പറഞ്ഞ മനസ്സിന് അത്ര ആശ്വാസമാണ്. സാരല്ല. സോറി. മോള് വിഷമിക്കാതെ. മോൻ ഡോക്ടർമാരെ ഒന്നും കണ്ടില്ലയോ? കണ്ടു. ഡോക്ടർ പറഞ്ഞത് ടെൻഷൻ കാരണമാണ്. വക്കീലല്ലേ, വല്ലാത്ത സ്ട്രെസ്സുള്ള ജോലിയാ. വീട്ടിൽ വന്നാലും ഓ, പട്ടണത്തിലെ ജീവിതമല്ലയോ, പുകയും മാലിന്യവും. പിന്നെ ഡോക്ടർ പറഞ്ഞ പോലെ ജോലി തിരക്കൊക്കെ ആയിരിക്കും പ്രശ്നം. അതും പോരാത്തതിന് 24 മണിക്കൂർ മറ്റേ കുന്ത്രാണ്ടം തണ്ട പോക്കറ്റിനകത്തല്ലയോ മൊബൈലേ. പിന്നെങ്ങനാ? അല്ല, ഇപ്പൊ ഈ വഴിക്ക് നല്ല കാറ്റ്, മരങ്ങൾ, ലോങ് റോഡ്സ്. കുറേ കാലമായി ഇങ്ങനൊരു ഡ്രൈവ് പ്ലാൻ ചെയ്തിട്ട്. ടൈം കിട്ടാറില്ല. അതേതായാലും നന്നായി. ഇവിടുത്തെ കാറ്റ് കൊള്ളുമ്പോ ആളങ്ങ് ഉഷാറായിക്കോളും ഇല്ലയോ? പിന്നല്ലാതെ. അതാണ് എൻ്റെ പ്രതീക്ഷ. മോൻ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? വാ, നമുക്കൊന്ന് വീട്ടിൽ കയറി ചങ്ങ് പോവാം. അല്ല, ഞങ്ങളുടെ കാർ ആരെങ്കിലും ഒന്ന് ഏൽപ്പിച്ചിട്ട്. അയ്യോടി, അതിനെന്തിനാ ഇപ്പൊ ആരെങ്കിലും? അതൊക്കെ എഴുതോ നോക്കിക്കോളും. ഞങ്ങളുടെ മോനാ. ലെറ്റ്സ് ഗോ.